നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതി ദാദാ സാഹബ് ഫാൽക്കെ അവാർഡ് രാജ്യം ലാലേട്ടന് കൊടുക്കുകയാണ്. ആ ഒരു വാർത്തയൊക്കെ വായിച്ച് നമ്മൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ സിമ്പിളായിട്ട് വന്ന് ബിഗ് ബോസിൻ്റെ പരിപാടി ഹോസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ പുരസ്കാര പ്രഖ്യാപനം ഇപ്പോഴാണ് നമ്മൾ വാർത്തയിൽ കണ്ടത്. ബിഗ് ബോസിൻ്റെ പരിപാടിയൊക്കെ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എപ്പിസോഡ് ലാലേട്ടന് മാത്രമായിട്ട് അവർ ഡെഡിക്കേറ്റ് ചെയ്തേനെ. ഏതായാലും ഗംഭീരമായിട്ടുള്ള ഒരു മൂഡിലാണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്നത്. സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരമാണ്. ലാലേട്ടൻ അത്ര ഒരു പുരസ്കാരം നിറവിലൊക്കെ നിൽക്കുന്ന സമയത്തും നമ്മളെപ്പോലെയുള്ള ആളുകൾ വെറുതെ ഇങ്ങനെ ടൈം പാസിന് വേണ്ടിയൊക്കെ കാണുന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ഒരു ആസ്വാദനത്തിന് എനിക്ക് തോന്നുന്നു ഇത് അത്ര വലിയ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ ആണെന്ന് എനിക്കൊരു അഭിപ്രായമില്ല. പക്ഷേ നമ്മൾ സാധാരണക്കാർ കാണുന്ന ആ ഒരു റിയാലിറ്റി ഷോയുടെ ഹോസ്റ്റായിട്ട് സിമ്പിളായിട്ട് ലാലേട്ടനൊക്കെ വന്ന് നിൽക്കുന്ന ആ ഒരു കോൺട്രാസ്റ്റ് ഞാൻ കുറേ നേരം ആലോചിച്ച ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം തന്നെ ഉണ്ടോ എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഓരോ ആഴ്ചയും വന്നിട്ട് ഏതൊക്കെ ലോ ലെവലിൽ കൂടെയാണ് സ്വയം പോവേണ്ടി വരുന്നത് അദ്ദേഹത്തിന്. കഴിഞ്ഞ ആഴ്ച, അതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയൊക്കെ എന്നാ മോശം കാര്യങ്ങളിലൊക്കെയാണ് പുള്ളിക്കാരൻ കയറി അഭിപ്രായം പറയേണ്ടി വരുന്നത്. ഏതായാലും ഇന്ന് യാദർശികമായിരിക്കാം, ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെയുള്ള ആരോപണങ്ങളും അലിഗേഷൻസും ഒന്നും ചർച്ചയ്ക്ക് എടുത്തില്ല. കഴിഞ്ഞ ദിവസത്തെ റിവ്യൂവിൽ ഞാനിത് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സ്ഥിരമായി റിവ്യൂ കാണുന്ന ആളുകൾക്കറിയാം. ഈ ഒരു പ്രശ്നം ഇന്ന് നമ്മൾ കണ്ടതുപോലെ അഡ്രസ്സ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് മാന്യത. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഷാനവാസ് അത് കണ്ടിട്ടുണ്ടെന്നും പറയും, ലാലേട്ടനും ബാക്കിയുള്ള ആളുകൾക്കും അതൊന്നും കണ്ടിട്ടുണ്ട് എന്ന് പറയാനായിട്ട് പറ്റില്ല. ലാലേട്ടൻ കഴിഞ്ഞ ലക്ഷ്മിയുടെ കേസിലും അതേപോലെ തന്നെ അനുമോളുടെ കേസിലും ഒക്കെ നിന്നതുപോലെ ഇളിഭ്യനായിട്ട് അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു മഹാമനുഷ്യനെ കൊണ്ടുവന്ന് എത്തിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ആരോപണങ്ങൾ, ഇങ്ങനെ ഒരു ബേസില്ലാത്ത ആരോപണങ്ങളുള്ള എപ്പിസോഡ് കുറച്ചും കൂടെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് സ്ക്രിപ്റ്റ് ചെയ്യുക. ഇന്ന് എന്ത് രസമായിട്ടാണ് അദ്ദേഹം ആ ഒരു എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്തത്. കാര്യം റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം വലിയ കോൺട്രവേഴ്സികളൊന്നുമില്ല, ആളുകൾ വീഡിയോ കാണാനായിട്ടുള്ള സാധ്യതയൊക്കെ കുറവാണ്. കാരണം അഭിപ്രായ വ്യത്യാസങ്ങളില്ലല്ലോ, അതിനുള്ള അഭിപ്രായ പ്രകടനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. രസമല്ലേ, എല്ലാ ആൾക്കാരും എൻ്റർടൈൻ ചെയ്യിപ്പിച്ച് ചില കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റി. എന്നാലും ദാദാ സാഹബ് ഫാൽക്കെ അവാർഡ് പ്രഖ്യാപനം അത് നേടിയ ഒരു മനുഷ്യൻ്റെ മുൻപിൽ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് അനുമോളൊക്കെ. വികടകുമാരൻ, എൻ്റെ പൊന്നു, വികടകുമാരൻ എന്നൊക്കെ, അത് ശരിക്കും പറഞ്ഞാൽ വിഗതകുമാരൻ എന്നാണ് ആ സിനിമയുടെ പേര്. അത് മലയാളികൾക്ക്, അത്യാവശ്യം സിനിമയൊക്കെ കാണുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞിടയ്ക്ക് മറ്റേ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ വന്നായിരുന്നല്ലോ സെല്ലുലോയിഡ്, അതെങ്കിലും കണ്ടിട്ടുള്ള ആളുകൾക്കറിയില്ലേ വിഗതകുമാരൻ എന്നുള്ളതാണെന്ന്. വികടകുമാരൻ, അത് കോൺഫിഡൻ്റ് ആയിട്ട് എഴുന്നേറ്റ് നിന്ന് എനിക്കറിയാം എന്നൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ അങ്ങനെ ആളുകളെ ജഡ്ജ് ചെയ്തിട്ടും കാര്യമില്ല. അവർക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്കറിയില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവർക്കറിയില്ല. പക്ഷെ ഞാനത് ഇങ്ങനെ ചിന്തിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടനാണല്ലോ ഇന്ത്യൻ സിനിമയ്ക്ക് സമഗ്ര സംഭാവന നൽകിയ മനുഷ്യൻ, പരമോന്നത പുരസ്കാരമൊക്കെ നേടി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന സിനിമ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതേപോലെ തന്നെ മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമ ബാലൻ. ഇപ്പോൾ ശബ്ദമില്ലാത്ത സിനിമ എന്നൊക്കെ പറയുമ്പോൾ ആദ്യത്തെ സിനിമ തന്നെ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ചിന്തിക്കാം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ കുസൃതി ചോദ്യങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അതിൽ പലതിൻ്റെയും ഉത്തരവൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് മറ്റേ അക്ഷരമാലയിൽ ഒത്തിരി ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന അക്ഷരം ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാകെ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. കണക്കിലെ ഏതെങ്കിലും ചോദ്യങ്ങൾ ബിന്നോട് ചോദിച്ചതുപോലെ രക്തം കട്ട പിടിക്കാൻ വേണ്ടിയുള്ള വിറ്റാമിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. ഇപ്പോൾ ശുദ്ധജല തടാകമൊക്കെ നമ്മൾ കൊച്ചിലെ തൊട്ട് പഠിച്ചിട്ടുള്ളതുകൊണ്ട് അതൊക്കെ പറയാനായിട്ട് നമ്മളിങ്ങനെ വെമ്പി നിൽക്കും. ഈ ഒരു ചോദ്യോത്തര വേളയിലൊക്കെ നിവിൻ അവിടെ വിഷമിച്ചിരിക്കുകയാണ്. നിവിൻ എന്തിനാണ് വിഷമിക്കുന്നത്? നിവിൻ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഈ ഒരു പ്രശ്നങ്ങാനും അവിടെ ചർച്ചയ്ക്ക് എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ, ഷാനവാസിൻ്റെ ഫാൻസ് ഉണ്ടല്ലോ, ഷാനവാസ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സാധനമൊക്കെ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അതെല്ലാം കൂടെ എടുത്തിട്ട് നിവിനെ അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞേനെ. നിവിൻ രക്ഷപ്പെട്ടു എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഷാനവാസ് 2 ദിവസം പ്ലാൻ ചെയ്ത് ഇരിക്കുകയാണ് എന്ത് പറയണമെന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ നാളെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടുപോയി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ശരിക്കും ഷോയുടെ അണിയറ പ്രവർത്തകർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തൊന്നുമില്ല. കാരണം ഷാനവാസ് കണ്ടുവന്ന് അനു കണ്ടതുപോലെയും ലക്ഷ്മി നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് പോലെയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടൊന്നും ചെയ്യാനായിട്ടും പറയാനായിട്ടും ഇല്ല. പിന്നെ ഇന്നത്തെ രാവിലത്തെ ചില സീൻസ്, അതേപോലെ തന്നെ നിങ്ങളിപ്പം ലൈവിൽ കണ്ടല്ലോ ആദ്യം കാണിച്ച ഇന്നലത്തേക്ക് കുറേയധികം കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ മൊത്തത്തിൽ മനസ്സിലാക്കാൻ വരുന്ന കാര്യം എന്താണ്? കുറ്റബോധം കാര്യമായിട്ട് തന്നെ ഉണ്ട്. ഷാനവാസിനുണ്ട്, ആദിലയ്ക്കുണ്ട്, നൂറയ്ക്കുണ്ട്. കുറ്റബോധം കാര്യമായിട്ട് തന്നെ ഉണ്ട്. ആദിലയുടെ ഇപ്പോഴത്തെ അവസ്ഥയും തൻ്റെ അന്നത്തെ അവസ്ഥയും ഒരേപോലെയാണെന്നൊക്കെ അനുമോൾ പറയുന്ന സമയത്ത് മനസ്സിലായില്ലേ ഇവർ എന്തിനാണ് ഈ ഒരു പ്രശ്നങ്ങൾ എടുത്തിരുന്നത്? ദേഷ്യം വന്നപ്പോഴാണ് അനു അന്ന് മറ്റേ പുതപ്പിൻ്റെ കാര്യം പറഞ്ഞത്. പുതപ്പിനിടയിൽ ആര്യനും ജിസയിലും അങ്ങനെ
അതേപോലെ തന്നെ ദേഷ്യം വന്നപ്പോഴാണ് ആദിൽ പറഞ്ഞത്, ദേഷ്യം വന്നപ്പോഴാണ് ഷാനവാസ് പറഞ്ഞത്. അപ്പോൾ ഒരാൾക്കെതിരെ ദേഷ്യം വരുന്ന സമയത്ത് ഇവർ വെറുതെ എടുത്ത് ഉപയോഗിക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങൾ, അങ്ങനെയുള്ള കാർഡുകൾ, ആ കാർഡുകൾ വലിച്ചു കീറും എന്നുള്ളത്. അപ്പോൾ അത് പറഞ്ഞ് ഈ പ്രശ്നം അവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, വൈൽഡ് കാർഡുകൾ വന്ന് പണിപ്പുരയിൽ കയറി പണിയെടുത്തുകൊണ്ട് വന്നപ്പോൾ ബോംബായി വന്ന പണികളിൽ ഏറ്റവും വലിയ പണി കിട്ടിയത് അക്ബറിനും അനീഷിനും ഒക്കെ ആയിരുന്നു. അനീഷിന് നോമിനേഷൻ പവർ ഇല്ല. അവിടെ കുറേ നേരം എന്തെങ്കിലുമൊക്കെ വായിട്ടലയ്ക്കാൻ പറ്റുന്ന പരിപാടിയാണ്. നീചയായിട്ടുള്ള സ്ത്രീയെ എന്നൊക്കെ അനീഷ് വിളിക്കുന്നത് അങ്ങനെയുള്ള വേദികളിലൊക്കെയാണ് കൂടുതലായിട്ട്. ഏത് വേദിയും ഉപയോഗിക്കുക എന്നുള്ളതാണ് അനീഷിൻ്റെ ഒരു രീതി. അതേപോലെ തന്നെ തനിക്ക് അർഹതപ്പെട്ടത് എല്ലാ ആളുകൾക്കും കിട്ടുന്നത് വിട്ടുകൊടുക്കാനും പുള്ളി റെഡിയല്ല. അപ്പോൾ അനീഷിൻ്റെ നോമിനേഷൻ പവർ പോയപ്പോൾ അനീഷ് മൊത്തത്തിൽ എന്തോ വലിയൊരു പവർ പോയതുപോലെ തന്നെ ആയിരുന്നു. അതേപോലെ തന്നെ ക്യാപ്റ്റൻസി, അക്ബറിന് ക്യാപ്റ്റൻ ആവാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നായിരിക്കാം. ആ ഒരു ക്യാപ്റ്റനിലേക്ക് പോകാനായിട്ടുള്ള വഴിയും അവരടച്ചിരുന്നു. അപ്പോൾ അതെല്ലാം ഇന്നൊരു ഗെയിമിലൂടെ, ഇങ്ങനെ ശബ്ദങ്ങളിലൂടെ ഒരു മെമ്മറി പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള ഒരു ഗെയിമിലൂടെ അവർക്ക് തിരിച്ച് നേടാനായിട്ടുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ ഒരു എപ്പിസോഡ് കണ്ട ആളുകൾക്കറിയാം. ഇപ്പോൾ ഓരോ ശബ്ദങ്ങൾ കേൾപ്പിക്കുകയാണ്. ഇപ്പോൾ ലാലേട്ടൻ്റെ ഒരു ഡയലോഗ്, അതേപോലെ തന്നെ പശുവിൻ്റെ ഒരു ശബ്ദം, മണി അടിക്കുന്ന ഒരു ശബ്ദം, ഇങ്ങനെ ശബ്ദങ്ങൾ കേൾക്കുകയാണ്. അപ്പോൾ ആ ഒരു ശബ്ദങ്ങൾ പിന്നീട് മാറ്റി ഒന്ന് കേൾപ്പിക്കും. ഇത് ഓർഡറിൽ, ഇത് കറക്റ്റ് ഓർഡറിൽ നമ്മളവിടെ ഇമേജസ് ആയിട്ട് നമ്മുടെ തന്നിട്ടുണ്ട്, പ്ലേസ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഓർഡർ വലിയ കുഴപ്പമില്ലാതെ 3-4 ശരിയാക്കിയത് അക്ബർ ആയിരുന്നതുകൊണ്ട് അക്ബറിന് ആദ്യം തന്നെ തൻ്റെ നഷ്ടപ്പെട്ട ആ ഒരു പവർ തിരിച്ചു കിട്ടി. ഈ ഗെയിമിലൊക്കെ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റാത്തത് അനീഷ് അമ്പെ പരാജയപ്പെട്ടു പോയത്, അതിൻ്റെയൊക്കെ കാരണമായിട്ട് ലാലേട്ടൻ പറയുന്നത്, നിങ്ങൾ തലയിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കുത്തി നിറച്ചുകൊണ്ട് നടക്കുകയാണ്, നിങ്ങൾക്ക് അത്രമാത്രം എന്താ പറയുന്നത് ദേഷ്യമില്ല, നിങ്ങൾക്ക് ഉള്ള ദേഷ്യമൊക്കെ ഇങ്ങനെ പെരുപ്പിച്ചായി വരുന്നതാണ്. കാരണം അത്ര വലിയ പ്രശ്നമൊന്നും ഇവിടെ നടക്കുന്നില്ല. അടുത്ത 2 ആഴ്ച എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രഷർ കുക്കറിലായതുപോലെ ആവും ബിഗ് ബോസ് ഹൗസ്. കാരണം പകുതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ സംസാരിക്കണമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനുശേഷം മറ്റേ ചോദ്യോത്തര പരിപാടിയിലേക്ക് കടക്കുകയാണ്. മറ്റേ ഈ വികടകുമാരൻ എന്നൊക്കെ അതിന് പറഞ്ഞ ആ ഒരു ചോദ്യത്തിലേക്ക് വരികയാണ്. ഷാനവാസ് ബാലൻ എന്നുള്ള ഉത്തരവാണ് പറയുന്നത്. ലക്ഷ്മി കൈയൊക്കെ ഉയർത്തി നിൽക്കുന്നുണ്ട്. അതിനുശേഷം മറ്റൊരു ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഞാൻ തന്നെ കുറച്ച് നേരം ടെൻസ്ഡായി പോയൊരു ചോദ്യം. ഇതിനിടയിലൊക്കെ കുറച്ച് ചോദ്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ പ്രധാനപ്പെട്ട 1-2 എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് മാത്രമേ നോട്ട് ചെയ്തിട്ടുള്ളൂ. മലയാളം ബിഗ് ബോസിൻ്റെ സംഗീത സംവിധായകൻ ആരാണ്, എഴുതിയ ആളാരാണ്, പാടിയ ആളാരാണ്? വിജയ് യേശുദാസാണ് പാടിയത് എന്ന് പല ആളുകൾക്കും അറിയാം. അക്ബർ സ്റ്റീഫനും വിജയ് യേശുദാസുമാണ് എന്ന് പറയുന്നുണ്ട്, സ്റ്റീഫൻ ദേവസി. അതേപോലെ തന്നെ ആര്യൻ അറിയില്ല. വീട്ടിലിങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ തീം മ്യൂസിക്, ഇവിടെ വന്നപ്പോഴാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നുള്ളൊരു മൈൻഡാണ് ആര്യന്. ഇടയ്ക്ക് പിന്നെ ഇവരുടെ ഒരു സിറ്റുവേഷൻ തമാശകളുണ്ട്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അവരുടെ ആംഗ്യങ്ങളും അവരുടെ ചില എക്സ്പ്രഷൻസും ഒക്കെയാണ് നമുക്ക് ചിരി ഉണ്ടാക്കുന്നത്. ജിഷിൻ അറിയില്ല. അനീഷ 5 കൊല്ലം ലീവ് എടുത്തിട്ട് ബിഗ് ബോസ് കണ്ട ആളല്ലേ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. 5 കൊല്ലം ലീവ് എടുക്കുമ്പം ഈ 1 വർഷം 3 മാസമല്ലേ ഉള്ളൂ ബിഗ് ബോസ്, ബാക്കി സമയം തന്നെ ചെയ്യും? അത് ഇത്തിരി ഓവർ തന്നെ കേട്ടോ. 5 കൊല്ലം ലീവ് എടുത്തിട്ട് ബിഗ് ബോസ് കണ്ടു. എന്തെങ്കിലും അവസാനം ഉത്തരം കിട്ടുകയാണ്. സന്തോഷ് വർമ്മ, സ്റ്റീഫൻ ദേവസി, വിജയ് യേശുദാസ്. പിന്നെ ചോദ്യോത്തര വേളകൾ കാര്യമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്താനായിട്ട് പല ആളുകൾ ശ്രമിച്ചിരിക്കുന്നു. അതിനകത്ത് ജിസേൽ, നമുക്കറിയാം വീക്കെൻഡ് എപ്പിസോഡുകളിൽ ക്യൂട്ട്നെസ്സും എടുക്കാൻ ജിസേലിനെ കഴിഞ്ഞിട്ട് ആൾക്കാർ വേറെ ഉള്ളൂ. മണ്ടിയായിട്ട് ഇടയ്ക്ക് അഭിനയിക്കേണ്ടി വരും, ഒന്നും അറിയത്തില്ലാത്ത പൊട്ടിയായിട്ട് ഇടയ്ക്ക് അഭിനയിക്കേണ്ടി വരും, ഭാഷ തനിക്ക് അറിയില്ല എങ്കിൽ കൂടെ അത് കൂടുതൽ അറിയില്ല എന്നുള്ള രീതിയിൽ പ്രൊണൗൺസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒത്തിരി പരിപാടികൾ ജിസേൽ വീക്കെൻഡ് എപ്പിസോഡിൽ ഇങ്ങനെ കാണിച്ച് കൂട്ടാറുണ്ട്. ചില ദിവസങ്ങളിൽ ആസ്വാദകരമാണെന്നുണ്ടെങ്കിലും ചില ദിവസങ്ങളിൽ ഇത്തിരി ബോറായിട്ട് തോന്നാറുണ്ട്. പക്ഷെ അതിനെയൊക്കെ കടത്തി വെട്ടുന്ന രീതിയിലേക്ക് കഴിഞ്ഞ കുറേ ആഴ്ചയായിട്ട് നിവിൻ മുന്നേറുന്നുണ്ടായിരുന്നു. ഈ എന്നൊക്കെയായിരുന്നു ചെങ്ങായി കാണിച്ചുകൊണ്ടിരുന്നത്. എന്തൊരു അലമ്പായിരുന്ന ചെങ്ങായി അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി എന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് പിന്നെ പുള്ളി വേറൊരു രീതിയായിരുന്നതുകൊണ്ട് തലക്കൊരു വെളിവുണ്ടായിരുന്നു, ദേഷ്യം വന്നില്ല. ഇന്ന് പിന്നെ പുള്ളി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ചോദിക്കില്ല ലേട്ടാ, ഞാൻ കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചോദിക്കേ, അപ്പം ഞാൻ പറയാം, എൻ്റെ വിഷമങ്ങൾ ഞാൻ പറയാം എന്നുള്ള മൂഡിലാണ് പുള്ളി അവിടെ നിന്നത്. അങ്ങനെ വിഷമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന് ഇഷ്ടംപോലെ ആരോപണങ്ങൾ ഉന്നയിക്കാനായിട്ടുണ്ട്. ഷാനവാസ് അതെന്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ കാഷ്വലായിട്ട് ഞാൻ പറയാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിവിൻ അടുത്ത് വന്ന് കിടക്കും, നിവിൻ തൊട്ടു എന്ന് വിചാരിക്കുക. ഇപ്പം നിവിൻ തൊട്ടത് നോർമലാണെന്ന് നിവിന് പറയാം, അബ്നോർമലാണ് എന്ന് ഷാനവാസ് ആരോപിച്ച് കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ഇതിൽ ആർക്ക് അഭിപ്രായം പറയാൻ പറ്റും? അപ്പോൾ ഇങ്ങനെയുള്ള കേസ് തൊടാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. തൊട്ടാ നാറും, അതാണ് അതിൻ്റെ പരിപാടി. അപ്പോൾ ഈ നിവിൻ അവിടെ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ആ ഒരു ഏരിയയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്.
ആളുകൾ ഇതൊക്കെ മറക്കും. ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ കുത്തി വലുതാക്കുമ്പോഴാണ് വലിയ സംഭവമായിട്ട് മാറുന്നത്. വീക്കെൻഡ് എപ്പിസോഡിൽ ഇനിയിപ്പോൾ നിവിൻ അനുകൂലമായിട്ട് ഏതെങ്കിലും രീതിയിൽ കാര്യങ്ങൾ വരികയാണ്, ഷാനവാസിനായിട്ട് പണി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസിൻ്റെ ഫാൻസ് അടങ്ങിയിരിക്കും, അവരെല്ലാം അങ്ങോട്ട് വന്നിറങ്ങും. നിവിന് വലിയ കാര്യമായിട്ടുള്ള ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിവിൻ എങ്ങനെ അതിനെ ഡിഫെൻഡ് ചെയ്യും? അപ്പോൾ അത് ഒരു പ്രശ്നം തന്നെയാണ്. അതങ്ങനെ പോട്ടെ. ലാലേട്ടൻ വളരെയധികം ആസ്വദിച്ചിട്ടാണ് ഈ ഒരു ടാസ്ക് ചെയ്യുന്നത്. ഇതിനുശേഷം റോക്കറ്റ് വിക്ഷേപിക്കുന്ന ചെടിയെക്കുറിച്ചിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ മോനിൽ അവിടെ ഒരു സാധനം അങ്ങോട്ട് ഇട്ടു, ഒരു അഡൾട്രോളെയും ആക്ട് അങ്ങോട്ട് കാണിച്ചു, ഇങ്ങനെ ഒരു മാസ് ഐറ്റം അങ്ങോട്ട് ഇട്ടു. അത് കറക്റ്റായിട്ട് എപ്പിസോഡിൽ കാണിച്ചു. എല്ലാവരും കാണുന്ന എപ്പിസോഡല്ലേ, അതിനകത്ത് അങ്ങനത്തെ സാധനമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കില്ലേ ഇനിയിപ്പോൾ ആ ഒരു ആക്ടൊക്കെ എന്താണെന്ന് അറിയത്തില്ലാത്ത ആൾക്കാർ എന്താണ് ഈ ചെക്കൻ കാണിക്കണത്, പിന്നെ ആൾക്കാരോട് ചോദിക്കലായി പറയലായി, അജയ് അവിടുത്തെ ചെക്കൻ ഈ മൈൻഡുള്ള ചെക്കനാണോ എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ ആൾക്കാരെ കൊണ്ട് ചോദിപ്പിക്കില്ലേ. ഏക്ക് എന്തിനായിരുന്നു ലാലേട്ടൻ എനിക്ക് ഹോസ്റ്റ് ചെയ്യുന്ന പരിപാടിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില തമാശകളൊക്കെ അതൊക്കെ എല്ലാം ലൈഫിൽ അതൊക്കെ വേണം. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള നമ്മുടെ ഇടങ്ങളിലൊക്കെ നമുക്ക് അങ്ങനത്തെ കോമഡികളൊക്കെ അടിക്കാം. പക്ഷേ ഈ ലാലേട്ടനൊക്കെ നിന്നൊരു പരിപാടി ചെയ്യുന്ന സമയത്ത് അത്രയധികം ആളുകൾ ഇരിക്കുമ്പോഴത്തേന് ഇമാതിരി ചില നമ്പറൊക്കെ അടിക്കാവോ, ഡയലോഗൊക്കെ അമ്മാതിരി നമ്മൾ അടിക്കല്ലേ, അപ്പോൾ അത് അടിക്കരുത്. ഏതായാലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയ അനീഷ് ഈ ഒരു ടാസ്കിൽ വിജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അനീഷിന് പോയ നോമിനേഷൻ പവർ തിരിച്ചു കിട്ടി. ഇനി അനീഷിൻ്റെ വെറുപ്പിക്കൽ ഡബിൾ സ്ട്രോങ് ആയിട്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും മാറ്റിപ്പിടിക്കാനായിട്ട് ഞാൻ നേരിട്ട് കണ്ടാൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ്. കാരണം എന്ത് ബോറിങ് ഗെയിമാണ്, എല്ലാ ദിവസവും ഒരേപോലത്തെ ഒരു ഗെയിം. പിന്നെ എന്താ ഈ വീക്കെൻഡിൽ ഇപ്പോൾ നെവിൻ്റെ പ്രശ്നത്തിന് കൂടുതൽ ക്ലാരിറ്റി കിട്ടുകയായിരുന്നെന്നുണ്ടെങ്കിൽ ചിലപ്പം അനീഷ് ഫ്രണ്ട്ഷിപ്പ് നിർത്തിയാനെന്നൊക്കെയാണ് പറഞ്ഞത്. ഫ്രണ്ട്ഷിപ്പ് നിർത്തിയില്ല, അനീഷിൻ്റെ ഗെയിമും പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വീണ്ടും ഇന്നത്തെ എപ്പിസോഡിൽ ഐ ലവ് യു മൈ ഫ്രണ്ട് എന്ന് പറയിപ്പിച്ച് അവിടെ ഒരു കെട്ടിപ്പിടുത്തവും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നന്നായിരുന്നു. പിന്നെ ഹോട്ടൽ ടാസ്കിനെ കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ് ലാലേട്ടൻ വഴി അവിടെ നടന്നു. ഹോട്ടൽ ടാസ്ക് ഒരു ക്ലാസിക് ടാസ്ക്കാണ്. ക്ലാസിക് ടാസ്കുകളെല്ലാം കുളമാവുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ജനറൽ മാനേജർ ലക്ഷ്മി പറയുകയാണ് നല്ല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നു, ഇറങ്ങി ഓടാൻ തോന്നി രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്ക്. പിന്നെ കുത്തിയിരിപ്പ് സമരം അനീഷിൻ്റെ ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞു ഫസ്റ്റ് ഡേ ഒക്കെ എല്ലാവരും ഓക്കെ ആയിരുന്നു, ക്യാരക്ടറൊക്കെ പിടിക്കാൻ നോക്കി. സെക്കൻഡ് ഡേ ആയപ്പോഴത്തേനും എല്ലാ ആളുകളുടെയും കയ്യിൽ നിന്ന് പോയി. പിന്നെ ഉപ്പ് വാരി ഇട്ടതിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അഹങ്കാരം കാണിക്കേണ്ടി വന്നു എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തൂടെ എന്ന് ഒനിലിനോട് ചോദിക്കുന്നു. ശരിയാണ്, ലാലേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാനും ആ ഒരു കാര്യം ആലോചിച്ചത്. ഗസ്റ്റിൻ്റെ ഭക്ഷണത്തിൽ ഉപ്പിട്ടത് ഹോട്ടലിൻ്റെ ഓണറുടെ മകളാണ്. അപ്പോൾ ഓണറിൻ്റെ മകൾ അങ്ങനെയാണ് ഗസ്റ്റിന് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നേരെ കൊണ്ടേ കൊടുക്കുക. അപ്പോൾ അതൊരു ഗെയിമായിട്ട് എടുക്കാമായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വരുന്ന റിയാസിനും ഒരു പണിയായി മാറിക്കൊണ്ടേനെ. പക്ഷേ അത് ആ ഒരു ഗെയിം എക്സിക്യൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റിയാസ് കയറി സ്കോർ ചെയ്യും. സാബുമാൻ പിന്നെ വീക്കെൻഡിൽ ഉറക്കം എഴുന്നേൽക്കുന്ന എന്തോ ഒരു പക്ഷിയാണ്. അല്ലാത്ത ദിവസങ്ങളിൽ സാബുമാൻ മിണ്ടാതെ ഒരു മൂങ്ങനെ പോലെ എവിടെയെങ്കിലും മാറി നിൽക്കും. അപ്പോൾ സാബുമാൻ ഇങ്ങനെ നിൽക്കുന്നു. അവിടെ ഇങ്ങനെ പ്രതിമയായിട്ട് നിന്നതിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നു. എന്തൊക്കെ പവറൊക്കെ ഉണ്ടായിരുന്നു, ആ ഒരു പവറൊക്കെ എവിടെ പോയി എന്നുള്ളത് സാബുമാനും അറിയില്ല. ഒനിലിനും അഭിലാഷിനും അനുമോൾക്കും ചില ഇതൊക്കെ കൊടുത്തായിരുന്നു, വരങ്ങളൊക്കെ നൽകിയിരുന്നു. അതിനെക്കുറിച്ചിട്ടും ആർക്കും അറിയില്ല. അതിനുശേഷം അനു പറയുന്നു സെക്കൻഡ് ഡേ ക്യാരക്ടർ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ സങ്കടമുള്ള കാര്യത്തിനൊരു പരിഹാരമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മറ്റേ പ്രതിമയിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്, അങ്ങനെയെങ്ങാണ്ടാണ്. പിന്നെ എന്താണ് ഷിയാസ് വന്ന സമയത്ത് പാവ എടുത്ത് എറിഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഇപ്പോൾ എന്തിനാണ് ഷിയാസിൻ്റെ കയ്യിൽ കടിച്ചത്, എന്തിനാണത് കൊടുത്തത്, നിങ്ങൾ ഹോട്ടൽ ടാസ്കിലല്ലേ, അങ്ങനെ ഗസ്റ്റിന് അതൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ആ ഒരു സമയത്ത് മറ്റേ ഈ സാബുമാൻ കൊടുത്ത ആ ഒരു എന്തോ സംഭവത്തിൻ്റെ ഗുണമായിട്ട് പ്ലാച്ചി അപ്പോൾ കൊടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പ്ലാച്ചി പിന്നെ അവസാനമാണ് കൊണ്ടുവന്നത്. അതിനുശേഷം അനീഷിനോട് ചോദിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്, സ്റ്റാറൊക്കെ അവർ തരുന്നതല്ലേ വാങ്ങേണ്ടത്, അവർക്ക് ഇഷ്ടത്തോടെയല്ല തരുന്നത്, അവരോട് അത് വാങ്ങിയെടുക്കേണ്ടത് വേറെ ഒരു രീതിയിലല്ലേ, ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാണോ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ചോദിച്ചു. പിന്നീട് ഷാനവാസിനോട് ചോദിക്കുന്നു യൂണിഫോം ഇട്ടില്ല എന്ന് പറഞ്ഞ് എന്തിനാണ് അവിടെ അങ്ങനെ ഒരു പ്രഹസനം കാണിച്ചത്. പ്രഹസനമൊന്നും ഉദ്ദേശിച്ചില്ല, ഞാനിപ്പോൾ എൻ്റെ ഭാഷയിൽ എനിക്കന്നങ്ങ് തോന്നിയ കാര്യത്തെക്കുറിച്ചിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ യൂണിഫോം ഇട്ടില്ലെങ്കിലും അതൊന്നും മടക്കി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീരില്ലായിരുന്നു എന്ന് ചോദിക്കുന്നു. ആര്യനോട് എന്തിനാണ് സാരി പിടിച്ച് നടന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആദില പറഞ്ഞു, പക്ഷേ ആദില സാരി പിടിക്കാനായിട്ട് പറഞ്ഞിട്ടില്ല, അത് അവരുടെ ഒരു ഗെയിമായിരുന്നു ആര്യനിട്ട് എതിരെ ഉള്ളത്. അപ്പോൾ ഗസ്റ്റ് എന്ത് പറഞ്ഞാലും ചെയ്യുന്ന ഈ കണ്ടസ്റ്റൻസിനെ കുറിച്ച് തന്നെയാണ് ലാലേട്ടനും ഉദ്ദേശിക്കുന്നത്. പിന്നെ ആദില നൂറ എന്നിവർ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്തിനാണ് ആര്യനടുത്ത് കണ്ട് സന്തോഷം അവിടെ നിന്നത്, കാരണം തൻ്റെ ഗേൾഫ്രണ്ടിനെയാണ് മറ്റൊരു സ്ത്രീ വിവാഹം കഴിക്കുന്നത് അന്നത്തെ ടാസ്കിൽ. അപ്പോൾ ആര്യൻ പറഞ്ഞു ഞാൻ അങ്ങനെ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ്,
അതേപോലെ തന്നെ എനിക്ക് കാശിലാണ് കണ്ണ്, അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഒരു വാക്ചാതുര്യം ഗെയിമുമായി ബന്ധപ്പെട്ട് ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം നെവിനെ കണ്ടു, ശ്രദ്ധിച്ചു ലാലേട്ടൻ. ലാലേട്ടൻ നെവിനോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഈ ഒരു ചോദ്യമാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന് നെവിൻ ഇങ്ങനെ മനസ്സിൽ പറയുന്നു. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ നെവിനിങ്ങനെ കൊണ്ടുവരികയാണ്, ഓരോ സാധനങ്ങളിങ്ങനെ പതുക്കെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. മെൻ്റൽ സ്ട്രെസ്സിൽ കൂടെ കടന്നു പോണ ഒരു സമയമായിരുന്നു എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് ആ ഒരു ഹോട്ടൽ ടാസ്കിനെ അവതരിപ്പിച്ചത്. കാര്യം ഉണ്ടായില്ല. ലാലേട്ടൻ അത് 1-2 സെൻറ്റൻസുകളിൽ വളരെ ഫിലോസഫിക്കലായിട്ട് ഒതുക്കി. ഇന്നലെ ഇല്ല, നാളെ ഇല്ല, പ്രസൻറ്റിൽ ജീവിക്കുക, ഇന്നത്തെ കാര്യങ്ങൾ ഓർത്തിട്ട് ജീവിക്കുക എന്നുള്ളൊരു മൂഡിൽ പറഞ്ഞു. ജിസേൽ AK-47 എന്നുള്ള ആ ഒരു ക്യാരക്ടർ എൻജോയ് ചെയ്തു. ഗൺ സൂക്ഷിക്കേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു ജിസേലിനോട്. ഗൺ അന്നവർ മാറ്റിവെച്ചല്ലോ. പിന്നീട് ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും ആ ഒരു സ്നേഹപ്രകടനം, ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട്, സ്നേഹത്തിൻ്റെ ശക്തിയെക്കുറിച്ചിട്ട് അനീഷിന് വെളിവാക്കി കൊടുക്കുകയാണ് ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഇതിനകത്തുള്ളൂ. അതിനുശേഷം ബിന്നി പറയുന്നു, നല്ല ടാസ്ക് ആയിരുന്നു, ഒന്നിൽ ചിലതൊന്നും എന്നോട് ചോദിച്ചില്ല, കാരണം ഒന്നിൽ ഒരു പ്രൊഫഷണൽ കുക്കാണ്, അപ്പോൾ എന്നോട് ചോദിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ റെന പണിയെടുത്തിട്ടും സ്റ്റാർ കിട്ടിയില്ല എന്ന് റെന പറയുന്നു. പിന്നെ ജിഷിൻ പറയുന്നു ജോലി രാജിവെച്ചു. അപ്പോഴാണ് ലാലേട്ടൻ ജിഷിൻ വെജിറ്റേറിയൻ മാത്രമേ കുക്ക് ചെയ്യൂ എന്നുള്ളൊരു ചോദ്യമൊക്കെ ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയ ആളുകളെ അഭിനന്ദിക്കുന്നു, ഏറ്റവും കുറവ് സ്റ്റാർ കിട്ടിയ ആളുകളെയും അഭിനന്ദിക്കുന്നുണ്ട്. പിന്നെ സാബുമാൻ്റെ ആ ഒരു കഷ്ടതയെക്കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. 5 മിനിറ്റ് മാത്രമേ മാസ്ക് കഴിക്കാനായിട്ട് അവസരം ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഓടിപ്പിടിച്ച് ഭക്ഷണമൊക്കെ കഴിക്കണം. അതിനുശേഷം പാസ്റ്റിനെ കുറിച്ചിട്ട് ഉള്ള ഒരു ഫിലോസഫിക്കൽ പ്രോസിംഗിടെ ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. പാസ്റ്റ് ഈസ് എ ബക്കറ്റ് ഓഫ് ആഷസ് എന്ന് പറയുകയാണ്. അതൊക്കെ അവരുടെ തലയിൽ കയറാനായിട്ടുള്ളൊരു സാധ്യതയില്ല. പിന്നെ റെനയോട് ജയിൽ വാസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ സുഖമാണ്, ലാലേട്ടന് കത്തെഴുതാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഒത്തിരിയധികം കത്തുകൾ റെന തൻ്റെ കാമുകന് എഴുതിയിട്ടുണ്ട്, ബോയ് ഫ്രണ്ടിന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കത്തെഴുതുന്നത് പുള്ളിക്കാരിക്ക് പുത്തിരിയായിട്ടുള്ളൊരു സംഗതിയല്ല. ഷാനവാസ് ഒരു കത്തും മുന്നേ എഴുതിയിട്ടില്ല, ആദ്യമായിട്ട് കത്തെഴുതി കൊടുക്കുന്നത് ലാലേട്ടനാണ്. അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ ആ ഒരു കത്തിനുണ്ടായിരുന്നു. വളരെ നീളമുള്ള ഒരു കത്തൊക്കെ ആയിരുന്നു. പിന്നെ റെനയുടെ പ്രേമലേഖനം എവർഗ്രീൻ റൊമാൻറ്റിക് ഹീറോ ആയിട്ടുള്ള ലാലേട്ടനെ കുഞ്ഞിലെ തൊട്ട് ഓർമ്മ വെച്ച കാലം മുതൽ കണ്ടതിനെ കുറിച്ചിട്ടൊക്കെയാണ്. പിന്നെ ഷാനവാസിൻ്റെ ഒരു ദീർഘലേഖനം ഉണ്ടായിരുന്നു, അത് വായിച്ചു. പിന്നെ ഓരോ ആളുകളും ഈ പ്രേമലേഖനത്തെക്കുറിച്ചിട്ട് ചില കഥകളൊക്കെ പറയുകയാണ്. അക്ബറിന് സ്കൂളിൽ കുറേ പ്രേമലേഖനങ്ങൾ കിട്ടിയിട്ടുണ്ട്, പറയാൻ തന്നെ നാണം വരുന്നു. സാബുമാന് തിരിച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ല, അവർക്കും കുറേ കിട്ടിയിട്ടുണ്ട്. ഒന്നിലാണെങ്കിൽ പോയട്രി എഴുതി പബ്ലിഷ് ചെയ്ത് പ്രേമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പം അതൊരു ഗംഭീരമായിട്ടുള്ള പരിപാടി തന്നെ. അഭിലാഷ് എഴുതിയതിൻ്റെ ഒരു ഗുണമാണ് വീട്ടിലിരിക്കുന്ന ഭാര്യ എന്നുള്ളത് അഭിലാഷ് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. നിങ്ങളിൽ പ്രണയലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ പങ്കുവയ്ക്കുക. എനിക്ക് പ്രണയലേഖനം എഴുതണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പ്രണയം പൂവിട്ടതിന് ശേഷം പ്രണയലേഖനം എഴുതി കൊടുത്ത് അവളെ ഇമ്പ്രസ് ചെയ്താലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പിന്നെ ഞാൻ എൻ്റെ കൈശരം ആലോചിച്ച സമയത്ത് ആ ഒരു ഉദ്യമത്തിൽ നിന്ന് പിന്മാറി. അവൾ ആ ഒരു പ്രണയത്തിൽ നിന്ന്, ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നതിനേക്കാളും നല്ലതായിരിക്കുമല്ലോ ഞാൻ ആ ഒരു പ്രേമലേഖനം എഴുതുക എന്ന് പറയുന്ന ഉദ്യമത്തിൽ നിന്ന് പിന്മാറുന്നത്. കുറേ ചോദിച്ചു, എന്നിട്ട് ഞാൻ കൊടുത്തില്ല. അങ്ങനെ കൊടുക്കാത്തതുകൊണ്ട്, അങ്ങനെ പ്രേമലേഖനം ഒന്നും എഴുതി കൊടുത്ത് എൻ്റെ തനി കഴിവുകൾ പുറത്ത് കാണിക്കാത്തതുകൊണ്ട് അദ്ദേഹം എൻ്റെ ഭാര്യയായിട്ട് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എൻ്റെ കൈശ്വരം ഒന്ന് പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നീട് ജിഷിൻ എന്തിനാണ് കരഞ്ഞത് എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നു. മറ്റേ വെജ് ഫുഡ്, നോൺ വെജ് ഫുഡ്, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ. ജന്മന വെജിറ്റേറിയൻ ആയിട്ടുള്ള വ്യക്തിയാണ് ജിഷിൻ. വെജ് കുക്ക് ചെയ്യുന്ന ഒരാളെ കൂടെ കുക്കിംഗ് ടീമിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി എന്ന്. ലാലേട്ടൻ അങ്ങനെയാണല്ലോ, നിർബന്ധ ബുദ്ധികളില്ലല്ലോ. അതിനുശേഷം സ്പൈക്കുട്ടൻ്റെ ഒരു ആബ്സെൻസിനെ കുറിച്ചിട്ട് പറയുകയാണ്. സ്പൈക്കുട്ടൻ ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടി കോഴിക്കോട് പോയിരിക്കുകയാണ്. മൈജിയുടെ പുതിയ ഷോറൂം വന്നെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലായിടത്തും കൂടെ ഓടി നടക്കാനായിട്ട് ഒരൊറ്റ റോബോട്ടിനെയാണ് ഇവർ വാങ്ങിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും കൊള്ളാം, അദ്ദേഹത്തിനൊക്കെ എന്തൊക്കെ പണിയുണ്ട്, സ്പൈക്കുട്ടനൊക്കെ എന്തൊക്കെ പണിയുണ്ടല്ലേ. ഹൗസിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നുവെന്ന് ലാലേട്ടൻ പറയുന്നു. ഗസ്റ്റ് വാ, മതിയായിട്ടില്ല ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മൂഡിൽ അമിത ആവേശത്തോടെ അവർ പോയി ആർപ്പൊടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കയറി വരുന്നു ആ ഒരു പ്ലാച്ചി പ്ലാച്ചിനെ കൊണ്ടുവന്നിരിക്കുന്നു. 2.0 പ്ലാച്ചി. ഈ പ്ലാച്ചിയൊക്കെ ഞാൻ പ്ലാച്ചിയുടെ ഭാഗത്തുനിന്ന് സംസാരിക്കുകയാണ്. രക്ഷപ്പെട്ട് പോയതല്ലേ, അതെങ്കിലും ഇതിലേലും പോയി രക്ഷപ്പെടട്ടെ. ഇവിടെ വന്ന് ബോറടിച്ചതിന് മരിക്കില്ലേ. ഏതായാലും പ്ലാച്ചിനെ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം നോമിനേഷനുള്ള ആളുകളെ എഴുന്നേൽപ്പിക്കുകയാണ്. നെവിന് വയ്യ, തീരെ വയ്യ. നെവിനാണ് എപ്പോൾ വേണമെങ്കിലും ലാലേട്ടൻ്റെ അടുത്തേക്ക് വരാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊന്നും റെഡിയായിട്ട് നിൽക്കേണ്ട, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കണമെന്നൊക്കെ ലാലേട്ടൻ ഉപദേശിക്കുന്നുണ്ട്. നെവിൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഈ ആരോപണം ഉന്നയിക്കുന്ന കാർഡൊക്കെ വലിച്ചു കീറും എന്നുള്ളതാണ് ലാലേട്ടൻ ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും നാളെ ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനായിട്ടുള്ള സാധ്യത ഒന്നും ഞാൻ നോക്കി കാണുന്നില്ല. ഇപ്പോൾ ബിന്നി നെവിനോട് പോയി സംസാരിക്കുന്നുണ്ട്.
ആരും ആരെ റെപ്രസെൻ്റ് ചെയ്ത് അല്ല വന്നതെന്ന് ലാലേട്ടൻ പറഞ്ഞ കാര്യം നീ കേട്ടില്ലേ? അതേപോലെ തന്നെ മറ്റേ കാർഡ് ആരോപിക്കുന്നതിൻ്റെ ആരോപണങ്ങളുടെ കാർഡ് വലിച്ചു കീറുമെന്ന് പറഞ്ഞത് കേട്ടില്ലേ? അപ്പോൾ നീ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. ശരിയാണ്, ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്താണ് വന്നെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് ആരാണ്? ശരിക്കും നെവിൻ ആദിലയോടും നൂറയോടും ഒക്കെ അങ്ങനെ പറഞ്ഞ് അവർക്കെതിരെ കളിച്ചിട്ടുണ്ട്. ഇവർ തിരിച്ചും പറഞ്ഞു. അങ്ങനെ ആരും റെപ്രസെൻ്റ് ചെയ്ത് വന്നു എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ല. രേണു സുധി അങ്ങനെ വിധവകളെ റെപ്രസെൻ്റ് ചെയ്ത് വന്നെന്നൊക്കെ പറഞ്ഞ സമയത്ത് വലിയ പ്രശ്നമായിരുന്നല്ലോ. അപ്പോൾ ഇതാണ് ഇതിനകത്തെ സംഭവം. മൊത്തത്തിൽ ഇവർക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല, പക്ഷേ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള തോന്നലുണ്ട്. മറ്റേ അനുവിനെ പോലെ കണ്ടൻറ് ഉണ്ടാക്കണം, റേറ്റിംഗ് കയറണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓവർ തിങ്കിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ സാബുമാൻ വീണ്ടും ഓഫാവും, മറ്റേ ജിസയിലായിട്ട് മാറും. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഹൗസിൽ ഇനി അടുത്ത ആഴ്ച ഉണ്ടാവുക. എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ടാസ്ക് കൊടുക്കട്ടെ. എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ടാസ്ക് ആയിരുന്നു ക്ലാസിക് ടാസ്ക് ആയിട്ടുള്ള ഹോട്ടൽ ടാസ്ക്. അത് പോയി. ചലഞ്ചസ് ഒന്നും ഇനിയിപ്പോൾ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉള്ള കുറച്ച് ആളുകൾ അങ്ങോട്ട് എവിക്റ്റായി പോട്ടെ. ഏതായാലും നാളെ ആരാണ് പോകുന്നത്? റെനയും ആര്യനും പോകുന്നു എന്നൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത്, മറ്റേ പാമരന്മാർ പാടി നടക്കുന്നത് കിട്ടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.